നമസ്കാരം കൂട്ടുകാരെ, 2020 പുറത്തിറങ്ങിയ ചലച്ചിത്രം ന്യൂ ഇയർ സ്പെഷ്യലിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ജോൺ എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വർഷങ്ങളായി ഒരു വിൻഡോ ക്ലീനറായി ജോൺ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോണിനാകെ സ്വന്തമെന്ന് പറയാനുള്ളത് അവന്റെ മകൻ മൈക്കിൾ മാത്രമായിരുന്നു. മൈക്കിൾ ജനിച്ച ആ സമയത്ത് തന്നെ ജോണിന്റെ ഭാര്യ മരണപ്പെട്ടതാണ്. അന്നു മുതൽ മൈക്കിളിന് അച്ഛനായും അമ്മയായും ജോൺ അവനെ നോക്കി വളർത്തുകയായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയാൽ ജോൺ മകനൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കും. അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. മുടി ചെയ്കി അതിലെ പേനിനെ കൊല്ലും. രാത്രിയിൽ കഥയൊക്കെ വായിച്ചു കൊടുത്ത് മകനെ ഉറക്കുന്നതുവരെ ആ പ്രവൃത്തികൾ നീണ്ടുപോകും. പക്ഷെ ആ ഇടയ്ക്കായി ജോൺ വലിയ ആശങ്കയിലായിരുന്നു. ജോണിന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ആസന്നമായ മരണം ജോണിനെ കാത്തിരിക്കുന്നു. തന്റെ മകനെ തന്റെ ഈ ഒരവസ്ഥയിൽ എങ്ങനെ തനിച്ചാക്കി പോകും, എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ജോണിന്റെ മനസ്സിനെ വേട്ടയാടിയിരുന്നു. ജോണിന്റെ ഈ രോഗാവസ്ഥയെ പറ്റിയോ അച്ഛൻ വൈകാതെ ഇല്ലാതാവുമെന്നോ ജോണിന്റെ മകൻ അറിയുകയും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പുലർച്ചെ പതിവ് പോലെ ജോൺ മകനുമായി നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ എല്ലാ കുട്ടികളുടെയും അമ്മമാരായിരുന്നു മക്കളെ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് മകൻ ജോണിനെടുക്കൽ "അച്ഛാ, എന്റെ അമ്മ എവിടെയാ?" എന്ന തരത്തിൽ ചോദിച്ചു. മകനോട് എന്തു മറുപടി പറയണം എന്ന് ജോണിനൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അമ്മ മരണപ്പെട്ടു എന്ന വിവരം ജോൺ അതുവരേക്കും മകനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. മകനതറിഞ്ഞാൽ വിഷമിക്കുമല്ലോ എന്നായിരുന്നു ജോണിന്റെ ചിന്ത. അമ്മ ജോലിയുടെ ആവശ്യത്തിന് ദൂരെ പോയിരിക്കുവല്ലേ, കുറച്ചുനാൾ കഴിയുമ്പോൾ തിരിച്ചു വരൂട്ടോ എന്നൊക്കെ പറഞ്ഞ് ജോൺ മകനെ ആശ്വസിപ്പിച്ചു. രോഗിയായ ജോൺ വൈകാതെ മരണപ്പെടും എന്ന് ജോണിന് തന്നെ അറിയാമായിരുന്നു. തന്റെ മകൻ കഷ്ടപ്പെടാനും വയ്യ. അതുകൊണ്ട് തന്നെ മകനെ ദത്തുകൊടുക്കുന്ന കാര്യം ജോൺ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ജോൺ ഒരു ഫാമിലിയെ മീറ്റ് ചെയ്തു. ജോൺ അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അവർ ജോണിനോട് പറഞ്ഞു, "നിങ്ങൾ വിഷമിക്കണ്ട, മൈക്കിൾ നിങ്ങൾക്കെങ്ങനാണോ അതുപോലെ തന്നെയായിരിക്കും ഞങ്ങൾക്കും. ഞങ്ങൾ അവനെ പൊന്നുപോലെ വളർത്തും. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കിങ്ങനൊരു രോഗാവസ്ഥയുള്ളത് മൈക്കിളിന് അറിയാമോ?" ഇല്ലെന്ന് ജോൺ പറഞ്ഞു. അവനെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. ഉടൻ അവരിലെ ഹസ്ബൻഡ് ഒരു സജഷൻ പറഞ്ഞു, "എന്റെ ഭാര്യ ഒരു നഴ്സറി സ്കൂളിലെ ജോലി നോക്കുന്നത്. മൈക്കിളിനെ നമുക്ക് അവിടെ ചേർക്കാം. അപ്പോ മൈക്കിളുമായി അവൾക്ക് ഇടപഴകാമല്ലോ. മൈക്കിളിനും അവളെ ഇഷ്ടമാകും. മൈക്കിളിന് ശ്രദ്ധ കിട്ടുകയും മൈക്കിൾ നന്നായി പഠിക്കുകയും ചെയ്തോളും." അവർ അത് പറഞ്ഞതും അതൊരു നല്ല കാര്യമാണെങ്കിലും ജോണിന് ചെറിയ സങ്കടം തോന്നി. കാര്യം അവർ ഈ പറയുന്ന നഴ്സറി ഉള്ളത് അവരിപ്പോൾ ഉള്ള ഇടത്തു നിന്ന് ഒരുപാട് ദൂരെയാണ്. ജോണിന് തോന്നുമ്പോഴൊക്കെയും മകനെ പിന്നെ പോയി കാണാൻ സാധിക്കില്ല. ജോൺ അക്കാര്യം അല്പം വേവലാതിയോടെ അവരോട് പറഞ്ഞു. "ഞാൻ ആലോചിച്ചിട്ട് പറയാം" എന്നുകൂടി ജോൺ പറഞ്ഞതോടെ രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിയുകയാണ്. ജോൺ പിന്നാലെ എൻജിഒയിലേക്ക് പോയി. ഇത്തരത്തിൽ ദത്ത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ദത്തെടുക്കാൻ തയ്യാറാവുന്നവരെ കൂട്ടിമുട്ടിച്ചു കൊടുക്കുന്ന ഒരു എൻജിഒ ആയിരുന്നു അത്. അവർ പറഞ്ഞിട്ടായിരുന്നു ജോൺ ആ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോയതും. എൻജിഒയിലേക്ക് എത്തിയ ജോൺ അവിടുത്തെ ലേഡിയുമായി സംസാരിച്ചു. "നിങ്ങൾ പറഞ്ഞിരുന്ന ഫാമിലിയെ ഞാൻ നേരിൽ പോയി കണ്ടു. പക്ഷേ എന്തുകൊണ്ടോ അത് ശരിയാകും എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങള് മോശമായിട്ട് ചിന്തിക്കരുത്. കഴിയുമെങ്കിൽ മറ്റൊരു ഫാമിലിയെ നോക്കി കണ്ടുപിടിക്കാമോ?" ജോണിന്റെ വാക്കുകൾ കേട്ടതും അവരും അതിനൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള കുറച്ചു നാളുകൾ കൂടി മകനൊപ്പം സന്തോഷത്തോടെ ചിലവഴിക്കണം എന്ന് ജോണിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ള സമയം മുഴുവനും മകനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ജോൺ മകനൊപ്പം ചിലവഴിച്ചു. പാർക്കിൽ കൊണ്ടുപോയി കളിച്ചു. ഒന്നിച്ച ചിത്രങ്ങൾ വരച്ച് ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ചു. മൈക്കിളിന് JCBയും ലോറിയും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അടുത്തൊരു ദിവസം ജോലിക്ക് പോയ ജോൺ കടയിൽ ഒരു ലോറിയുടെ പാവ കണ്ടു. ഉടൻ തന്നെ അത് വാങ്ങിക്കൊണ്ടുവന്ന് അവൻ മോന് കൊടുത്തു. ഏറെ സന്തോഷത്തോടെ അവനതുമായി കളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം മൈക്കിളുമായി ജോൺ മറ്റൊരു ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോയി. അവിടുള്ള എല്ലാവർക്കും മൈക്കിളിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അവിടെയും ഒരു പ്രശ്നം വന്നു. മൈക്കിളിന് നായക്കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവനെ അഡോപ്റ്റ് ചെയ്യുന്ന ഫാമിലിക്കാകട്ടെ നായകളെ തീരെ പറ്റുമായിരുന്നുമില്ല. അവർ മൈക്കിളിനെ അത്രമേൽ നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും മോനെ ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നത് ജോണിന് അത്ര നന്നായി തോന്നിയില്ല. അതോടെ അന്നത്തെ മീറ്റിംഗും അത്ര പോസിറ്റീവായിട്ടായിരുന്നില്ല അവസാനിച്ചത്. അടുത്ത ദിവസം ജോൺ പതിവ് പോലെ മകനെ പിക്ക് ചെയ്യാൻ പോയി. സ്കൂളിൽ നിന്ന് മകനെ പിക്ക് ചെയ്യാൻ ജോൺ വൈകുന്ന ദിവസങ്ങളിൽ അടുത്തുള്ള വീട്ടിലെ ഒരു ആന്റി മൈക്കിളിനെ പിക്ക് ചെയ്ത് വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇരുത്തുമായിരുന്നു. അന്നും അതുപോലെ ജോൺ വൈകിയതുകൊണ്ട്
മൈക്കിൾ ആന്റിയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ജോൺ എത്തിയപ്പോ ജോൺ വൈകിയതിന്റെ പേരിൽ മൈക്കിൾ ജോണിനോട് ചെറിയ ദേഷ്യം കാട്ടി ടേബിളിനടിയിൽ മാറിയിരുന്ന് ടോയുമായി അവൻ കളിക്കാൻ ആരംഭിച്ചു. ജോണിനും ചെറിയ സങ്കടം തോന്നാതിരുന്നില്ല. ജോൺ മകനെ വിളിച്ച് ആശ്വസിപ്പിച്ച് അവനെയും കൂട്ടി അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിയിൽ അവർ പാർക്കിലിറങ്ങി. ജോൺ അവൻ ഐസ്ക്രീം വാങ്ങി കൊടുത്തു. മൈക്കിളിന്റെ പിണക്കമൊക്കെ അങ്ങനെ ഇല്ലാതായിരുന്നു. അടുത്ത ദിവസം ജോൺ ജോലിക്കായി പോയി. പക്ഷെ അവിടുത്തെ ഹൗസ് ഓണർ ജോണിന്റെ വർക്ക് തീരെ ഇഷ്ടപ്പെടാതെ ജോണിനോട് കലഹിച്ചു. നീ പണി ചെയ്യുന്ന പോലെ തോന്നുന്നില്ലല്ലോ, കൂടുതൽ സമയം ചുമ്മാ നിൽക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ജോണിന് കുറച്ച് പണം കൊടുത്ത് നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ജോണിനെ അയാൾ പറഞ്ഞയച്ചു. ജോണിന് ഏറെ ദുഃഖം തോന്നിയിരുന്നു. മാത്രമല്ല ജോണിന്റെ വർക്കിനെയൊന്നും അയാൾ അഭിനന്ദിച്ചതുമില്ല. ദേഷ്യം വന്ന ജോൺ അടുത്തുള്ള കടയിലേക്ക് പോയി ഒരു പാക്കറ്റ് മുട്ട വാങ്ങി വീണ്ടും അതേ വീട്ടിലേക്ക് വന്ന് താൻ തുടച്ച് ക്ലീനാക്കിയ ഗ്ലാസ്സിലേക്കൊക്കെ ആ മുട്ട വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. തന്റെ ജോലിയെ വില കുറച്ച് കാണുന്ന അയാൾക്ക് ഒരു പണി കൊടുത്ത് ജോൺ അവിടെ നിന്ന് പോന്നു. NGO കൊടുത്ത അഡ്രസ്സിന് പ്രകാരം പിന്നാലെ ജോൺ അടുത്തൊരു ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോയി. ആ ഫാമിലിയിൽ അതിനോടകം കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഒരു കുട്ടി പോലും അച്ഛനെയും അമ്മയെയും അനുസരിക്കുന്നില്ല. അതുകൊണ്ടായിരുന്നു അവർ ഒരു കൊച്ചിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചത്. ജോണും മൈക്കിളും ആ വീട്ടിലെത്തി അവിടെയുള്ളവരോട് സംസാരിച്ചിരുന്നു. ആ സമയത്താണ് മൈക്കിളും ജോണും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുട്ടികളാരും പാരന്റ്സ് പറയുന്നത് അനുസരിക്കുന്നില്ല. മാത്രമല്ല കുട്ടികൾ തമ്മിൽ വലിയ വഴക്കുമാണ്. അവിടെ തന്റെ മകൻ വളർന്നാൽ ശരിയാവില്ല എന്ന് ജോണിന് തോന്നി. അതുകൊണ്ട് തന്നെ നിരാശയോടെ അവിടെ നിന്നുകൂടി ജോൺ തന്റെ മകനെയും കൂട്ടിക്കൊണ്ടുപോന്നു. ജോൺ ശേഷം NGOയിലേക്ക് വന്നെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ജോണുമായി സംസാരിച്ചു. മൈക്കിളിനെ പറ്റിയും മൈക്കിളിന്റെ അമ്മയെ പറ്റിയും ചോദിച്ചു. ജോൺ അവരോട് അപ്പോഴാ സത്യം പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് മൈക്കിളിന്റെ അമ്മ മരണപ്പെട്ടെന്നാണ്. പക്ഷേ അതല്ല സത്യം. അവൻ ജനിച്ചതിന് പിന്നാലെ അവന്റെ അമ്മ റഷ്യയിലേക്കെന്ന് പറഞ്ഞു പോയതാണ്. പിന്നീട് അവളെപ്പറ്റി ഒരു വിവരവുമില്ല. അവളെ കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഒന്നും നടപടിയായില്ല. പിന്നാലെ NGOയിലെ പ്രധാന സ്റ്റാഫ് വന്ന് സംസാരിച്ചു. ജോൺ, നിങ്ങൾ ഞങ്ങളീ പറയുന്ന ഫാമിലിയൊക്കെ ഓരോന്നോരോന്നായി റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ പോയ കാര്യങ്ങൾ ശരിയാവില്ല. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും മോശമായി വരികയാ. എത്രയും വേഗം ഒരു ഫാമിലിയെ കണ്ടെത്തി കുട്ടിയെ സേഫ് ആക്കണം. ഓരോ ഫാമിലിയുടെയും ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയൊക്കെ നന്നായി നോക്കിയ ശേഷമാ ഞങ്ങൾ ഫാമിലിയെ സെലക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ജോണിന് വല്ലായിക തോന്നി. ജോൺ പോയി ഛർദിച്ചപ്പോ ഛർദിച്ചത് മുഴുവൻ ചോരയായിരുന്നു. മൈക്കിൾ ഇതൊന്നും അറിയാതെ ജോൺ ശ്രദ്ധിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ജോണിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വീട്ടിൽ തന്നെ കേക്ക് കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ജോൺ മൈക്കിളിനെയും കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോയി. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ച് തന്നെ നല്ലൊരു കേക്ക് ഉണ്ടാക്കി. ജോണിന് 34 വയസ്സാവാറായിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞ് മൈക്കിൾ കേക്കിന് മുകളിൽ 34 കാൻഡിൽസ് വെച്ചു. അച്ഛന്റെ വയസ്സിനെ പറ്റിയൊക്കെ മൈക്കിൾ സംസാരിക്കുന്നുമുണ്ടായിരുന്നു. അതൊക്കെ കേട്ടതും ജോണിന് സങ്കടം വന്നു. അടുത്ത ബർത്ത്ഡേക്ക് താൻ ഉണ്ടാവുമോ എന്ന ചിന്ത ജോണിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിരുന്നു. ആ സമയത്തായിരുന്നു മൈക്കിൾ ഒരു കാൻഡിൽ എക്സ്ട്രാ എടുത്ത് അച്ഛന് കൊടുക്കുന്നത്. ആ ഒരു കാൻഡിൽ കിട്ടിയതും ആ കാൻഡിൽ സൂചിപ്പിക്കുന്ന പോലെ ഒരു കൊല്ലത്തോളമെങ്കിലും തനിക്കിനിയും ജീവിതം ബാക്കിയുണ്ട് എന്നൊരു ശുഭപ്രതീക്ഷ മൈക്കിളിന്റെ ഉള്ളിലേക്ക് വന്നു. അടുത്ത ദിവസം NGO പറഞ്ഞിട്ട് മൈക്കിൾ ഒരു ഫാമിലിയെ പോയി കണ്ടു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ലേഡിയായിരുന്നു. ആ ലേഡി തന്റെ കാര്യങ്ങൾ മൈക്കിളിനോട് സംസാരിച്ചു. വളരെ ചെറുപ്പത്തിലെ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് അവർ. ആ സമയത്തെ അവർ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തെ സമയത്ത് കുട്ടിയുണ്ടായാൽ ജീവിതം ബുദ്ധിമുട്ടാകും എന്ന് ചിന്തിച്ച് അവർ ആ കുട്ടിയെ ഗർഭചിത്രം നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് കുട്ടികളെ ഉണ്ടായില്ല. ഇനി അത് സാധ്യമല്ല എന്നുകൂടി ഡോക്ടർ അവരോട് പറഞ്ഞു. ആ വിവരം കേട്ടിരുന്ന് അവരുടെ ഭർത്താവ് അവരെ വിട്ടുപോയി. കഴിഞ്ഞ 3 കൊല്ലമായി അവർ തനിച്ച് ജീവിക്കുകയാണ്. അപ്പോഴാണ് ഒരു കുട്ടിയെ ദത്തെടുത്താൽ എന്താണ് എന്നവർക്ക് തോന്നുന്നത്. അങ്ങനായിരുന്നു അവർ രജിസ്റ്റർ ചെയ്യുന്നതും. അവരുടെ കഥകൾ മുഴുവൻ കേട്ടതും അവരുടെ കൂടെയാണെങ്കിൽ എന്റെ മകൻ സന്തോഷത്തോടെ ജീവിക്കും എന്നൊരു തോന്നൽ ജോണിന് വന്നു. മൈക്കിൾ ആണെങ്കിൽ അവരുമായി അടുക്കുന്നുമുണ്ടായിരുന്നു. അടുത്ത ദിവസം ജോൺ ജോലിക്ക് പോയി. ജോലിക്കിടയിൽ എന്തോ വയ്യായിക പോലെ അവന് തോന്നിയിരുന്നു. പാതി വഴിക്ക് ജോലി വിട്ട് വീട്ടിൽ വന്നവൻ കിടക്കാൻ തുടങ്ങി. അത് കണ്ടതും അവിടുണ്ടായിരുന്ന മൈക്കിൾ ഒരു വിരി കൊണ്ടുവന്ന് ജോണിനെ പുതപ്പിക്കാൻ ആരംഭിച്ചു. തന്റെ മകൻ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന രീതിയിൽ ചിന്തിച്ച ജോൺ മൈക്കിളിനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ചു. വൈകാതെ NGO മറ്റൊരു ഫാമിലിയെ മീറ്റ് ചെയ്യാനും ജോണിനോട് നിർദ്ദേശിച്ചിരുന്നു. ജോൺ മകനുമായി ആ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോയി. ആ ഫാമിലി ആകട്ടെ ഏറെ സമ്പന്നരായിരുന്നു. അവർക്ക് മക്കളുമില്ല. പക്ഷെ മക്കൾ ജനിക്കാത്ത അവസ്ഥയുമില്ല. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ ദത്തെടുത്ത് അവനെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം മറ്റൊരു കുട്ടിക്ക് ജന്മം നൽകാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. അക്കാര്യമൊക്കെ അവർ ജോണുമായി സംസാരിച്ചു. അവർക്കൊരു കുട്ടി ജനിച്ചാൽ മൈക്കിൾ അവർക്കൊരു ബാധ്യതയാകുമോ എന്ന് ജോൺ ചിന്തിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കില്ലെന്നും മൈക്കിളിനെ എല്ലാ സൗകര്യങ്ങളും
വർഷങ്ങളോടെയും ഇവിടെ വളർത്തുമെന്നും അവർ ജോണിന് ഉറപ്പു പറഞ്ഞു. മൈക്കിളിനു വേണ്ടി അവർ ഒരുക്കാൻ പോകുന്ന എല്ലാ ലക്ഷറി വസ്തുക്കളും അവർ ജോണിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മൈക്കിളിനാണെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അവിടെ പലതരം കളിപ്പാട്ടങ്ങൾ കണ്ടതും വന്നപ്പോൾ മുതൽ ഒന്നെടുത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ചു സമയം പിന്നിട്ട് ജോണും മൈക്കിളും ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴും പാവ അവന്റെ കയ്യിലിരിക്കുകയായിരുന്നു. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് മൈക്കിൾ ആ പാവയുമായി ജോണിനടുത്തേക്ക് ഓടി വന്നു. ആ പാവ ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ എന്ന് ആ ഫാമിലിയിലുള്ളവർ പറഞ്ഞത് ജോണിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ പാവ വേണ്ടെന്ന് വെച്ച് അവിടെ നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ ജോൺ തന്റെ മകനെയും കൂട്ടി അവിടെ നിന്ന് പോന്നു. അന്നായിരുന്നു അവരുടെ സംസാരങ്ങളിൽ നിന്ന് അഡോപ്ഷനെ പറ്റി മൈക്കിൾ കേൾക്കുന്നത്. അന്ന് തിരികെ നടക്കുമ്പോ മൈക്കിൾ ജോണിനോട് ചോദിച്ചു, അച്ഛാ, ഈ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്കിൾ മറുപടി പറഞ്ഞു, ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയെ വിട്ടുപോയ ആ കുട്ടിക്ക് പിന്നെയും ഒരു കുടുംബം വേണമല്ലോ. അവന് വേറൊരു അച്ഛനെയും അമ്മയെയും നോക്കാൻ പറ്റും. അതിനെ ഈ അഡോപ്ഷൻ എന്ന് പറയുന്നേ. മോന് മനസ്സിലാവുന്ന രീതിയിൽ മൈക്കിൾ പറഞ്ഞുകൊടുത്തു. അത് കേട്ടതും ജോണിന്റെ കൈവിട്ട് അഡോപ്ഷൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മൈക്കിൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒരു കാര്യം സംഭവിച്ചു. തന്റെ പാത്രത്തിലെ ഭക്ഷണം കഴിച്ചതും അച്ഛന്റെ പാത്രം ഇരിക്കുന്ന കണ്ട് ആ പാത്രത്തിൽ നിന്ന് മൈക്കിൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു. ജോൺ ഓടി വന്ന് അത് തടഞ്ഞ് ആ പാത്രം വാങ്ങിക്കൊണ്ടുപോയി. മൈക്കിളിന് അത് കണ്ട് വിഷമം തോന്നിയിരുന്നു. പക്ഷേ ജോണിന് തന്റെ രോഗം മൈക്കിളിന് വരുമോ, തന്റെ പാത്രത്തിൽ ഭക്ഷിച്ച തന്റെ രോഗം പകരുമോ എന്നൊക്കെയുള്ള ഭയമായിരുന്നു. മൈക്കിൾ അതുകൊണ്ട് തന്നെ ഏറെ അസ്വസ്ഥനായിരുന്നു. ജോണിനോട് അവൻ പരിഭവം കാണിച്ചു. ജോൺ അവനെ സമാധാനിപ്പിക്കാൻ കുറച്ചൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഒടുവിൽ ജോൺ അത് സാധിച്ചെടുത്തു. രാത്രിയിൽ ഒന്നിച്ച് ചിത്രങ്ങൾ വരച്ചും മകന് കഥകൾ വായിച്ചു കൊടുത്തും അവരൊന്നിച്ച് സമയം ചിലവഴിച്ചുകൊണ്ടിരുന്നു. മോന് മുമ്പിൽ ചിരിച്ചു കളിച്ച് അതൊക്കെ ചെയ്യുമ്പോഴും താൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മോന്റെ അവസ്ഥ എന്താകും എന്ന ചിന്തയായിരുന്നു ജോണിനുള്ളിൽ. എന്തു തന്നെയാണെങ്കിലും വേണ്ടില്ല, താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മോനെല്ലാ സന്തോഷങ്ങളും കൊടുക്കണം എന്ന് തീരുമാനിച്ച ജോൺ തന്റെ പഴയ കാറ് കൊണ്ടുപോയി വിറ്റു. അതിൽ നിന്ന് കിട്ടിയ പണവുമായി മകൻ ആഗ്രഹിച്ച പോലെ മകനെ നല്ലൊരു പാർക്കിലൊക്കെ കൊണ്ടുപോയി. പിന്നീട് അന്ന് രാത്രി വീട്ടിൽ തനിച്ചെത്തി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മകനായി ജോൺ കഥ വായിച്ചു കൊടുക്കുകയായിരുന്നു. ആ സമയം മകനോടെല്ലാം പറയാൻ ഉറപ്പിച്ചിരുന്ന ജോൺ മകനോട് സംസാരിച്ചു. മൈക്കിൾ, അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിനക്കിനി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ അത് നീ തനിയെ ചെയ്യാൻ പഠിക്കണം. ആരെയും ഒന്നിനും പ്രതീക്ഷിക്കരുത്. അച്ഛനെ പോലും പ്രതീക്ഷിച്ചേക്കരുത്. ഇനി ഒരുപാട് നാൾ അച്ഛൻ മോന്റെ കൂടെ ഉണ്ടാവില്ല. എന്റെ ജീവൻ എന്നെ വിട്ടുപോകും. എന്നാലും മോന്റെ ചുറ്റിലുമുള്ള കാറ്റിൽ കലർന്ന് അച്ഛൻ മോന്റെ കൂടെ കാറ്റായിട്ടുണ്ടാകും. കുഞ്ഞു മൈക്കിളിന് അതൊന്നും മനസ്സിലായതേയില്ല. മൈക്കിൾ ചോദിച്ചു, കാറ്റായിട്ടോ? എങ്ങനെ, ബലൂൺ പോലെ പറന്നിട്ടാണോ? മൈക്കിൾ പറഞ്ഞു, ആ അതെ, ഏറെക്കുറെ അങ്ങനെ തന്നെയാ. മോൻ എന്നോട് സംസാരിക്കാനൊക്കെ പറ്റും, പക്ഷേ എന്നെ കാണാനൊന്നും പറ്റില്ല. മോൻ പേടിക്കണ്ട, അച്ഛൻ മോനെ എപ്പോഴും നോക്കുന്നുണ്ടാകും. നിന്റെ മേത്ത് വീഴുന്ന സൂര്യ വെളിച്ചത്തിലും നിന്റെ മേത്ത് വീഴുന്ന മഴത്തുള്ളിയിലും ഒക്കെ അച്ഛൻ ഒളിച്ചിരുന്നു വരും. ഏറെ ഇമോഷണലായി ജോൺ മോനോട് സംസാരിച്ചോണ്ടേയിരുന്നു. അടുത്ത ദിവസം ജോൺ ഒരു പെട്ടി തയ്യാറാക്കി. മൈക്കിളിന് വേണ്ടിയുള്ള കത്തുകൾ, അവർ ഒന്നിച്ചെടുത്ത ചിത്രങ്ങൾ, തന്റെ ഓർമ്മയ്ക്ക് മൈക്കിളിന് കൊടുക്കുവാനുള്ള വസ്തുക്കൾ, അങ്ങനെയെല്ലാം ആ പെട്ടിക്കുള്ളിൽ മൈക്കിളിനായി ജോൺ പാക്ക് ചെയ്തിരുന്നു. ശേഷം മൈക്കിളിനെ കൂട്ടിക്കൊണ്ട് ജോൺ അവിടെ നിന്ന് പുറപ്പെട്ടു. അല്പം നീണ്ട യാത്രയായിരുന്നു അത്. ഒടുവിൽ ജോണും മൈക്കിളും ആ വീട്ടിലേക്ക് വന്നെത്തി. മൈക്കിളിനെ ദത്തു കൊടുക്കുവാൻ ജോണിന് താല്പര്യം തോന്നിയ ഒരേ ഒരു വീട്, ഇനിയൊരിക്കലും മക്കൾ ഉണ്ടാവില്ലാത്ത ഒരു കൂട്ടുവേണമെന്ന് ആഗ്രഹിച്ച ആ ലേഡിയുടെ വീട്. ആ ലേഡിക്ക് മാത്രമേ തന്റെ മകനെ സ്വന്തം മോനെ പോലെ വളർത്താൻ പറ്റൂ എന്ന് ജോണിന് തോന്നിയിരുന്നു. മൈക്കിൾ വന്നത് കണ്ട് അവർ ഏറെ സന്തോഷിച്ചിരുന്നു. അവർ സന്തോഷത്തോടെ മൈക്കിളിനെ സ്വാഗതം ചെയ്തു. ദുഃഖഭരിതമായ മുഖത്തോടെ മൈക്കിൾ ജോണിനെ നോക്കി. മൈക്കിളിനെ നോക്കി വേദനയിലും ജോൺ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നോവേർ സ്പെഷ്യൽ എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.